ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വളരെ വിശേഷതയേറിയ ഒരു പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നാണ്. റോമലേഖന പഠന പരമ്പരയുടെ 82ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിലൂടെ നൽകപ്പെട്ട ഒരു വിശ്വാസിയുടെ ജീവിതയാത്രയിലെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ നൽകപ്പെടുന്ന പുസ്തകം റോമലേഖനം. എൻ്റെ 4ാം അധ്യായത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ 2 വ്യവസ്ഥകൾ നാം ഇതിനകം പരിചയപ്പെട്ടു. കർമ്മമാർഗത്തിൻ്റെ അഥവാ പ്രമാണത്തിൻ്റെ വ്യവസ്ഥ, കൃപയുടെ വിശ്വാസത്തിൻ്റെ വ്യവസ്ഥ. ദൈവമുമ്പിൽ നീതീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഏത് മനുഷ്യൻ്റെയും ആവശ്യം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം ദൈവമുമ്പിൽ കയറി ചെന്ന് നിൽക്കുവാനുള്ള പ്രാപ്തി, യോഗ്യത കൈവരിക്കുക. ഇതെങ്ങനെ കൈവരിക്കാം? നമ്മുടെ കർമ്മ പുണ്യപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണോ? അതുകൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് ദൈവം കാണിച്ചു തന്നു. കാരണം നമ്മുടെ ഒരു പ്രവൃത്തികളും തികവുള്ളതല്ല. ദൈവം നൽകി തന്ന പ്രമാണം പോലും തികവോടെ അനുസരിക്കാൻ നമുക്ക് പ്രാപ്തിയില്ല. നാം നടക്കുന്ന വഴികൾ നേരെയാക്കാൻ, ക്രമീകരിക്കാൻ നമുക്ക് കഴിവില്ല. ഇപ്പം നമ്മുടെ കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പുണ്യം കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും സൽപ്രവൃത്തികൾ കൊണ്ടും ഒരിക്കലും ദൈവം കയറി ചെല്ലാൻ പറ്റില്ല. വാതിൽ തുറക്കപ്പെടില്ല. ദൈവം നമുക്ക് കയറി ചെന്ന് നിൽക്കണമെങ്കിൽ, ദൈവം നമ്മളിലേക്ക് ശ്രദ്ധിക്കണമെങ്കിൽ, ദൈവത്തിന് മുമ്പിൽ കുറ്റമില്ലാത്തവരായി നിൽക്കണമെങ്കിൽ അഥവാ നീതീകരിക്കപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. ദൈവത്തിലും ദൈവപുത്രനായ ക്രിസ്തു യേശുവിലുമുള്ള വിശ്വാസം. അത് കൃപയാൽ നൽകപ്പെട്ട ഒരു ദാനമാണ്, നാം നേടിയെടുക്കുന്നതല്ല. ഈ കാര്യങ്ങൾ വ്യക്തമായി ഇതിനകം കണ്ടു. ഇവിടെയാണ് നാം അബ്രഹാം എന്ന വ്യക്തിയെ പൗലോസ് അവതരിപ്പിച്ചത്, നാം കണ്ടത്. അബ്രഹാം വളരെ വിശേഷതയുള്ളൊരു കഥാപാത്രമാണ്. ദൈവത്തിൽ നീതീകരിക്കപ്പെട്ടതിൻ്റെ മാതൃകയായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന അബ്രഹാമിനെയാണ്. അബ്രഹാമിൻ്റെ ചുവടുകൾ പിന്തുടരണം. ഇതാണ് നമ്മെക്കുറിച്ച് ആകെ. കാരണം അബ്രഹാമിനെ ദൈവം പരാമർശിച്ചത് വിശ്വാസികളുടെ പിതാവ് എന്നാണ്. എന്തുകൊണ്ട് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറി? ഇതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള വിഷയം. റോമലേഖനം 4ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെ നമുക്കൊന്ന് വായിച്ച് ആരംഭിക്കാം. റോമലേഖനം 4ാം അധ്യായം 9 മുതൽ 12 വരെ. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിന് കൂടെയോ? അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന്. പരിച്ഛേദന മാത്രമുള്ളവരല്ല, അതായത് യഹൂദന്മാർ പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിന് തന്നെ. ദൈവം അബ്രഹാമിനെ എല്ലാവർക്കും പിതാവായി. ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ ഒരു പ്രത്യേക വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒരു ജാതിയുടെയോ ജനതയുടെ പിതാവല്ല. ഗലാത്യർ പറയുന്ന നാം എല്ലാവരും അബ്രഹാമിൻ്റെ മക്കളാണ്. അബ്രഹാം വിശ്വാസത്തിൽ വരുന്ന സകലരുടെയും പിതാവാണ്. ഇവിടെ പിതാവെന്ന വാക്ക് മത്തായി 21 ദൈവത്തെക്കുറിച്ച് പറയുന്ന അർത്ഥത്തിലല്ല, നമ്മുടെ ആത്മീയ യാത്രയുടെ മാതൃകയായി തീർന്നിരിക്കുന്ന വ്യക്തി. ഇപ്പോൾ 2 കാര്യങ്ങളാണ് യഹൂദന്മാരുടെ ഹൃദയത്തോട് അവർ ചേർത്ത് വെച്ച സംഗതികൾ. 1, അവർ പരിച്ഛേദന ഏറ്റവരാണ്. 2, മോശയുടെ പ്രമാണം അവരുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്നു. ഈ 2 അനുഗ്രഹങ്ങൾ അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ഇത് രണ്ടും അവരെ പ്രത്യേകതയുള്ളവരാക്കി മാറ്റി. ഇതാണ് അവരെ യഹൂദന്മാരാക്കിയത്. വലിയ ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് പ്രത്യേകത കിട്ടിയത് ഈ 2 സംഗതികൾ നൽകപ്പെട്ടത് കൊണ്ടാണെന്ന് അവർ ധരിച്ചു. 1, അവർ പരിച്ഛേദനയേറ്റവരാണ്. വിളിച്ച് വേർതിരിക്കപ്പെട്ട് ഒരു പരിച്ഛേദന കർമ്മം സ്വീകരിച്ച് ചേലാകർമ്മം നടത്തിയവരാണ്. കൂടാതെ മോശയുടെ നിയമം അവരുടെ കയ്യിൽ പരമേൽപ്പിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ നിയമങ്ങൾ നൽകപ്പെട്ടു. അവർ ഇതിൽ ആശ്രയിച്ചു, പരിച്ഛേദനയിലും നിയമത്തിലും ആശ്രയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നീതീകരിക്കപ്പെടാൻ അഥവാ ദൈവത്തിൽ കയറി ചെല്ലുവാൻ ഞങ്ങൾ മാത്രമാണ് ഈ ഭൂമുഖത്ത് യോഗ്യതയുള്ളവർ എന്നവർ കരുതി. പൗലോസ് അപ്പോസ്തലൻ റോമലേഖനം 2ാം അധ്യായത്തിൽ വിശദമായിട്ട് തന്നെ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചു. 2ാം അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെ ആദ്യം ന്യായപ്രമാണത്തെക്കുറിച്ച്, രണ്ടാമത് അതിൻ്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ 2ാം അധ്യായത്തിൽ പരിച്ഛേദനയെക്കുറിച്ച്. 2ഉം അവർക്ക് അബദ്ധം പറ്റിയെന്ന് കാണിച്ചു തന്നു. പുറമേയുള്ള പരിച്ഛേദനയല്ല. നിങ്ങൾ പേരുകൊണ്ട് യഹൂദനാണ്, ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്നു, ആശ്രയിക്കുന്നു, പക്ഷേ ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നതൊക്കെ വ്യക്തമായി കാണിച്ചു തന്നു. ഇവിടെ 4ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെ പൗലോസ് ഇതേ കാര്യങ്ങൾ വീണ്ടും സംസാരിക്കുകയാണ്. ഇതേ വസ്തുക്കൾ വീണ്ടും അവതരിപ്പിക്കാൻ തിരിച്ചുള്ള ഓർഡറിലാണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അതോ അഗ്രചർമ്മത്തിന് കൂടെയോ?
ഇപ്പം കഴിഞ്ഞ പാഠം നമ്മൾ അവസാനിപ്പിച്ച 4-ാമത്തേതിൻ്റെ 6 മുതൽ 8 വരെ ദാവീദും ഒക്കെ ഉപയോഗിച്ച് ദാവീദിൻ്റെ ഭാഗ്യവർണ്ണനെക്കുറിച്ച് നമ്മൾ കേട്ടു. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദ് വർണ്ണിച്ചു. പൗലോസിൻ്റെ ചോദ്യം, ഈ ഭാഗ്യവർണ്ണന, ഈ ഭാഗ്യകരമായ അവസ്ഥ പരിച്ഛേദനക്കാർക്ക് മാത്രമുള്ളതാണോ, യഹൂദന്മാർക്ക് മാത്രമുള്ളതാണോ? അതാണ് പൗലോസ് ചോദിക്കുന്നത്. അഗ്രചർമ്മത്തിലുള്ളവർ, അതായത് പരിച്ഛേദന ഏറ്റിട്ടില്ലാത്തവർക്ക് ഈ ഭാഗ്യാവസ്ഥയില്ലേ? എന്താണ് ഇവിടുത്തെ ഭാഗ്യാവസ്ഥ? പാപമോചനം, അതിക്രമങ്ങൾ മോചിക്കുക, അധർമ്മം മോചിക്കുക, പാപം മറയ്ക്കുക, പാപം കണക്കിടാതിരിക്കുക. ഇതാണ് ഇവിടെ പറയുന്ന ഭാഗ്യവർണ്ണന. ഇപ്പോൾ പൗലോസ് ചോദിക്കുന്ന യഹൂദൻ്റെ മാത്രം അവകാശമാണോ പാപമോചനം? ഇത് കേൾക്കുന്ന യഹൂദ ഉടൻ തന്നെ മറുപടി പറയും, തീർച്ചയായും ഞങ്ങളുടെ മാത്രം അവകാശമാണ്, ഞങ്ങൾക്ക് മാത്രമാണ് ദൈവത്തിൽ നിന്ന് പാപമോചനമുള്ളത്. പക്ഷെ പൗലോസ് അത് നിഷേധിക്കും. പ്രസിദ്ധല്ല, ഇതെല്ലാവർക്കും ഉള്ളതാണ്. പാപമോചനം സകല മനുഷ്യർക്ക് ദൈവം തരുന്ന ദാനമാണ്. അപ്പോൾ ഇത് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനമായിട്ട് പൗലോസ് 9 മുതൽ 12 വേദഭാഗത്തിൽ 9-ാം വാക്യത്തിൽ സുപ്രധാനമായ വേദഭാഗം വീണ്ടും ഓർമ്മിപ്പിച്ചു. ഉൽപ്പത്തി 15:6 അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. അബ്രഹാമിനെ ദൈവം നീതിമാനായി പ്രഖ്യാപിച്ചത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് പൗലോസ് വീണ്ടും ചോദിക്കുന്നു, എങ്ങനെ കണക്കിട്ടത്? അപ്പോൾ അബ്രഹാമിന് വിശ്വാസം നീതി, എന്ന് വെച്ചാൽ അബ്രഹാം ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അബ്രഹാമിനെ നീതിമാനായി കണക്കിട്ടു. ഉൽപ്പത്തി 15:6 പൗലോസ് വീണ്ടും അത് വ്യക്തമാക്കാൻ ചോദിക്കുകയാണ്, എങ്ങനെ കണക്കിട്ടത് എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണ് ദൈവം അബ്രഹാമിനെ നീതിമാനായി കണക്കിട്ടത്, പ്രഖ്യാപിച്ചത്? ഏത് സാഹചര്യത്തിൽ? ലോകിസോമ എന്ന യവന വാക്ക് ഉപയോഗിക്കുന്നു. അബ്രഹാമിനെ ദൈവം നീതിമാനായി കണക്കിട്ട ഏത് സാഹചര്യത്തിലാണ്? 2 സാഹചര്യം. ഒന്ന് പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ. പരിച്ഛേദന സ്വീകരിച്ചതിന് ശേഷമാണോ, അത് സ്വീകരിക്കുന്നതിന് മുമ്പ് അഗ്രചർമ്മത്തിൽ വെച്ചാണോ? ഏതവസ്ഥയിലാണ് അബ്രഹാം നീതിമാൻ കണക്കിട്ടത്? യഹൂദന്മാർ പോലും ഒരുപക്ഷെ ഈ ചോദ്യം ശരിക്ക് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാകില്ല. നമ്മുടെ പൂർവ്വപിതാവെ അബ്രഹാമിനെ ദൈവം നീതിമാനായി കണക്കിട്ടത് ഏതവസ്ഥയിലാണ്? യഹൂദനായിത്തീരുന്ന പരിച്ഛേദന എന്ന ആ ആചാരം സ്വീകരിച്ചതിന് ശേഷമാണോ, അത് സ്വീകരിക്കുന്നതിന് മുമ്പ് അഗ്രചർമ്മത്തോടുകൂടിയ അവസ്ഥയാണോ? പൗലോസ് തന്നെ തൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. പൗലോസ് പറയുന്നു, പരിച്ഛേദനയിലല്ല, പരിച്ഛേദന സ്വീകരിച്ചതിന് ശേഷമല്ല, അഗ്രചർമ്മത്തിൽ വെച്ചാണ്. പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ എന്ന് പൗലോസ് വ്യക്തമായിട്ട് 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രസ്താവന, അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കണമെന്ന പ്രസ്താവന ദൈവം നടത്തിയത് ഉൽപ്പത്തി 15-ാം അധ്യായത്തിലാണ്, 6-ാം വാക്യം. പരിച്ഛേദന എന്ന നിയമം ദൈവം അബ്രഹാമിന് കൊടുത്തത് ഉൽപ്പത്തി 17-ലാണ്. ശരിയാണ്, ബൈബിളിലെ ചില സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാലക്രമത്തിലില്ല, അല്ല. കാരണം സംഖ്യാത്തിൽ 32-ലാണ് പാപം ക്ഷമിച്ചതിന് ശേഷമുള്ള ദാവീദിൻ്റെ വർണ്ണന. 51-ാം അധ്യായത്തിലാണ് പാപം ക്ഷമിക്കണമേ എന്നുള്ള യാചന. അത് കാലക്രമത്തിലല്ല രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനം. അതുപോലെ ബൈബിളിലെ പല പുസ്തകങ്ങളുടെ സംഭവങ്ങൾ. പക്ഷേ ഇവിടെ അബ്രഹാമിൻ്റെ കാര്യത്തിൽ വയസ്സ് തരുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച 66-ാമത്തെ വയസ്സ് ദൈവം വിളിച്ചിറക്കി, 75-ാമത്തെ ദൈവം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു, പിന്നെ 99-ാമത്തെ വയസ്സ്. ഇങ്ങനെ വയസ്സ് കൃത്യമായി തരുന്നതുകൊണ്ട് ആ ക്രമം നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി 12-4, ഉൽപ്പത്തി 16-3, 16, 17, 11 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. യഹൂദന്മാരായ പുരുഷന്മാർ അവർ വിശ്വസിച്ചത് ഒരു വിധത്തിൽ പരിച്ഛേദനയിലൂടെയാണ് അവർ യഹൂദന്മാരായത്. യഹൂദൻ എന്ന പേര് അവർക്ക് ലഭിച്ചത് പരിച്ഛേദന എന്ന കർമ്മത്തിലൂടെയാണ്. ചേലാകർമ്മം, ആ ലിംഗാഗ്രം ഛേദിച്ച് കളയുന്ന കർമ്മം, അതിലൂടെയാണ് യഹൂദന്മാരായത്. അതുകൊണ്ടാണ് അവർ പരിച്ഛേദനക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരിച്ഛേദന ചെയ്തിട്ടില്ലാത്തവർ വിളിക്കുന്ന പേരാണ് അഗ്രചർമ്മക്കാർ. അപ്പോൾ അവരുടെ തന്നെ ന്യായവാദപ്രകാരം അബ്രഹാമിനെ ദൈവം നീതീകരിച്ചത് അബ്രഹാം വാസ്തവത്തിൽ യഹൂദനാകുന്നതിന് മുമ്പാണ്. എന്ന് പറഞ്ഞാൽ പരിച്ഛേദന സ്വീകരിക്കുന്നതിന് മുമ്പാണ്. ഒരു വശം കൂടെ പറഞ്ഞാൽ പുറജാതിയിലായിരുന്നപ്പോഴാണ്. ഒരു പുറജാതിക്കാരനായിരുന്ന സമയത്താണ് ദൈവം അബ്രഹാമിനെ നീതീകരിച്ചത്, പരിച്ഛേദന സ്വീകരിക്കുന്നതിന് 14 വർഷം മുമ്പ്. അപ്പോൾ ഒരു ചോദ്യം അവിടെ വീണ്ടും ഉന്നയിക്കപ്പെടുന്നു, എങ്കിൽ പിന്നെ എന്തിന് ദൈവം അബ്രഹാമിനോടും അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ജനിച്ച പുരുഷ പ്രജകളോടുമെല്ലാം പരിച്ഛേദന ചെയ്യാനായിട്ട് കൽപ്പിച്ചത്? എന്തായിരുന്നു പരിച്ഛേദനയുടെ ഉദ്ദേശം? രക്ഷയ്ക്ക് വേണ്ടിയല്ല, നീതീകരിക്കപ്പെടാൻ വേണ്ടിയല്ല, ദൈവത്തിൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടിയല്ല പരിച്ഛേദന. എങ്കിൽ പിന്നെ എന്തിനായിരുന്നു? അതിൻ്റെ ഉത്തരം പൗലോസ് 11-ാമത്തെ വാക്യത്തിൽ പറയും. അഗ്രചർമ്മത്തിൽ വെച്ച്, അതായത് പരിച്ഛേദന സ്വീകരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതി, അബ്രഹാമിന് ദൈവത്തിലുള്ള വിശ്വാസം.
തൻ്റെ നീതീകരണത്തിന് അടിസ്ഥാനമായ വിശ്വാസം. ആ വിശ്വാസം എനിക്ക് മുദ്രയായി. പരിച്ഛേദന അടയാളം, മുദ്ര അടയാളം 2 വാക്ക് ശ്രദ്ധിക്കുക. വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന അടയാളം അവന് ലഭിച്ചത് എന്തിനു വേണ്ടിയാണ്? അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടി നീതി കണക്കപ്പെടുവാൻ തക്കവണ്ണം താൻ എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും. അപ്പോൾ താൻ എല്ലാവർക്കും അഗ്രചർമ്മത്തിലിരിക്കുന്ന കാരണം യഹൂദന്മാരല്ലാത്തവരുടെയും വിശ്വാസത്തിൽ വരുന്ന അവരുടെയും പിതാവാണ്. യഹൂദന്മാരുടെ കൂട്ടത്തിൽ വിശ്വാസത്തിൽ വരുന്നവരുടെയും പിതാവാണ്. ഇതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ പരിച്ഛേദന എന്ന ആ വലിയ കൽപ്പന ദൈവം കൊടുക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17-ന്റെ-11 ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. ദൈവം അബ്രഹാവുമായൊരു ഉടമ്പടിയിൽ പ്രവേശിച്ചു. അബ്രഹാമിനെ ഗാഠനിദ്ര കൊടുത്ത് മയക്കിക്കെടുത്തിട്ട് ഉടമ്പടി പ്രവേശിക്കും. ദൈവം മാത്രമേ ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടുള്ളൂ. ആ ദൈവവും അബ്രഹാം ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണ്. അപ്പോൾ ഈ പരിച്ഛേദന എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് നൽകിയത് അവരെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, അവരുടെ പാപമോചനത്തിന് വേണ്ടിയല്ല, അവരുടെ നീതീകരണത്തിന് വേണ്ടിയല്ല. അതൊരു അടയാളവും മുദ്രയുമാണ്. ഒരു അടയാളം, അതായത് അവരാര് എന്ന് തിരിച്ചറിയും. വസ്തുവിൽ നിന്ന് ഒരു മുദ്ര കണ്ടാൽ, ഒരു അടയാളം കണ്ടാൽ ഇത് ഏത് കമ്പനിയുടേതാണ്. അപ്പോൾ ആ പരിച്ഛേദന എന്നുള്ളത് യഹൂദന്മാരെ സംബന്ധിച്ച് അവരെ തിരിച്ചറിയുന്ന അടയാളമാണ്. ദൈവത്തിൻ്റെ അധികാരം അവരുടെ മേലുണ്ടെന്നുള്ളതിൻ്റെ മുദ്രയാണ്, അടയാളവും മുദ്രയും. അപ്പോൾ ഈ സമയത്ത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനേക ദുരുപദേഷ്ടക്കന്മാർ എന്നവരെ വിളിക്കുന്നതിന് പേടിക്കേണ്ട. നാമധേയ വിഭാഗക്കാരായവർ അവർ ഉടൻ തന്നെ പറയും ഇതുപോലെയാണ് സ്നാനവും. സ്നാനവും ഇപ്രകാരമാണ്. സ്നാനവും നമ്മുടെ രക്ഷയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അബ്രഹാമിൻ്റെ രക്ഷയുമായിട്ടും ഈ പരിശീലനയ്ക്ക് ബന്ധമില്ലാത്തതുപോലെ സ്നാനവുമായിട്ടൊരു വ്യക്തിക്ക് രക്ഷയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് വെറും അടയാളമാണ്, ഇത് വെറും മുദ്രയാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് പിന്നീട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്യേണ്ട ഒരു മുദ്ര അടയാളം മാത്രമാണ് സ്നാനം. വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനത്തെ. അവർ വേണമെങ്കിൽ ഒരുവിധം കൂടെ പറയും പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ഈ സ്നാനത്തെക്കുറിച്ച് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ സ്നാനം കഴിപ്പിക്കാനല്ല വന്നെന്നൊക്കെ പറയുന്നു എന്ന് പറയും. വളരെ വ്യക്തമാണ്. നമുക്കറിയാം അപ്പോസ്തലരുടെ പുസ്തകം 2-38 വാക്യത്തിൽ പെന്തക്കോസ്ത് നാളിൽ യഹൂദന്മാർ ഒരുമിച്ച് കൂടി വരുമ്പോൾ സുവിശേഷം കേട്ടതിന് ശേഷം ഒരു അപ്പോസ്തലനോട് ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ കൃത്യമായി കർത്താവ് യേശു അവർക്ക് കൊടുത്ത കൽപ്പന അവിടെ വിളിച്ചു പറയും. പത്രോസ് കൂട്ടരും, നിങ്ങൾ ഓരോരുത്തർ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പീൻ, പാപങ്ങളുടെ മോചനത്തിനായി ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു: അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവനെ നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ദിനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്വത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ് രക്ഷിക്കപ്പെടുന്നവരുടെ. ഇപ്പോൾ ഇവിടെ വ്യക്തമാണ് അബ്രഹാമിനെ എന്തുകൊണ്ടാണ് പിതാവെന്ന് വിളിക്കുന്നത്. കാരണം അബ്രഹാമിനെ ദൈവം നീതീകരിച്ചു. പരിച്ഛേദന ഏറ്റ ശേഷമല്ല, അതിന് മുമ്പ് 14 വർഷം മുമ്പ്. ഏതവസ്ഥയിൽ വെച്ച്? അഗ്രചർമ്മത്തിലുള്ള അവസ്ഥയിൽ വെച്ച്. അപ്പോൾ പൗലോസ് ഇവിടെ ഉപസംഹരിക്കുന്ന അബ്രഹാമിനെ ദൈവം നീതീകരിച്ചു. അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പ് യഹൂദന്മാർ പോലും അത്ഭുതപ്പെടുത്തും. ഷോക്കാണത് അവർക്ക്. അബ്രഹാം പുറജാതിക്കാരനായിരുന്ന സമയത്ത് ദൈവനെ നീതീകരിച്ചു. കാരണം വിശ്വാസം എന്ന അടിസ്ഥാന നിർബന്ധം, ആവശ്യകത. അപ്പോൾ അബ്രഹാം അങ്ങനെയാണ് എല്ലാവരുടെയും പിതാവാകുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്ന പോലെ അവൻ അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടത്. അപ്പോൾ പൗലോസ് വ്യക്തമായി അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 1-ാം വാക്യം തുടങ്ങിയത് തന്നെ എന്നാൽ നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു? അബ്രഹാം പൂർവ്വ പിതാവാണ്. അബ്രഹാം വിവിധത്തിൽ ആത്മീകമായി വിശ്വാസത്തിൽ വരുന്ന എല്ലാവരുടെയും പിതാവാണ്. കാരണം വിശ്വാസത്തിൽ വരുന്ന എല്ലാവരുടെയും, ജഡപ്രകാരമല്ല. ജഡപ്രകാരം അബ്രഹാം പിതാവല്ല. പുറജാതികൾക്കും യഹൂദന്മാരായ വിശ്വാസികൾക്കും പുറജാതികളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർക്ക് എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ പിതാവ് അബ്രഹാമാണ്. അത് വളരെ പ്രധാനമാണ്. ഒരു പുറജാതിക്കാരൻ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ അവന് നിൽക്കാനുള്ള യോഗ്യത കിട്ടുകയാണ്. കാരണം ദൈവം എന്നെ നീതിമാനായി കണക്കിടുന്നു. അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ നീതി കൊടുക്കുന്നു, അവൻ്റെ നീതിമാനായി കണക്കിടുന്നു. അബ്രഹാമിനോടെന്ന പോലെ. കാരണം അബ്രഹാമിനെ ദൈവം നീതിമാനായി പ്രഖ്യാപിച്ചത് യഹൂദനാകുന്നതിന് മുമ്പാണ്, പരിച്ഛേദന സ്വീകരിക്കുന്നതിന് മുമ്പാണ്. അത് എല്ലാ പുറജാതികളായ എല്ലാവർക്കും മാതൃകയാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ കണക്കിലേക്ക് ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസ നിമിത്തം നീതി എഴുതി ചേർത്തു. ഇത് കാരണം അഗ്രചർമ്മത്തിൽ വെച്ച് തന്നെ അബ്രഹാം നീതീകരിക്കപ്പെടുന്നതോ യഹൂദന്മാരെ പുറന്തള്ളപ്പെട്ട ഒരിക്കലുമല്ല.
അബ്രഹാം യഹൂദന്മാരുടെയും പിതാവാണ്. അതാണ് 12-ാം വാക്യം പറയുന്നത്. പരിച്ഛേദന മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായ അബ്രഹാമിൻ്റെ അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കണം. യഹൂദന്മാരുടെ കൂട്ടത്തിൽ ജനിച്ചാൽ പോരാ. യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ജനിച്ച് വളർത്തപ്പെട്ട് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ പിൻപറ്റണം. യഹൂദനായി ജനിച്ച കുടുംബ പാരമ്പര്യം വെച്ചുകൊണ്ട്, പിതൃപാരമ്പര്യം വെച്ചുകൊണ്ട്, ഞാൻ ജനിച്ച യഹൂദ കുടുംബത്തിലാണെന്നുള്ള പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് ഒരിക്കലും വിശ്വാസിയാകാൻ പറ്റില്ല. അപ്പോൾ പരിച്ഛേദന അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പരിച്ഛേദന മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായി അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക്. ഇപ്പോൾ യഹൂദന്മാരുടെ കൂട്ടത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസം അനുസരിക്കണം, ആ വിശ്വാസം അനുകരിക്കണം. കർത്താവ് യേശു ഒരിക്കൽ യോഹന്നാന്റെ സുവിശേഷം 8-39 വാക്യത്തിൽ ശിഷ്യന്മാരോട് തൻ്റെ ചുറ്റിൽ നിന്ന് യഹൂദന്മാരുടെ ഇപ്രകാരം ചോദിച്ചു. അപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു, അബ്രഹാമാകുന്നു ഞങ്ങളുടെ പിതാവ്. ജഡപ്രകാരം പാരമ്പര്യം അവകാശപ്പെടുകയാണ്. യേശു പറഞ്ഞ മറുപടി എന്താണ്? നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസം, അബ്രഹാം ദൈവം വിളിച്ചിറക്കിയപ്പോൾ, ഈ കാത്തിരുന്നപ്പോൾ, മകനെ യാഗം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാമിന് അർപ്പിച്ച വിശ്വാസം, ആ വിശ്വാസം പിൻപറ്റണം. യഹൂദന്മാരും അല്ലെ, യഹൂദ കുടുംബം ജനിച്ചുകൊണ്ട് കാര്യമായില്ല. അബ്രഹാമിനെക്കുറിച്ച് ദൈവം വ്യക്തമായിട്ട് പറയും. അബ്രഹാം എല്ലാവരുടെയും പിതാവായി മാറും. അബ്രഹാം നടന്ന വിശ്വാസ ചുവടുകൾ നമ്മൾ നടക്കണം. ജഡപ്രകാരം ജനിച്ചതുകൊണ്ടല്ല അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് പരാമർശിച്ചത്. ഒരു യഹൂദനത് കഴിയില്ല. ഇന്നൊരു യഹൂദൻ്റെ പിതാവല്ല അബ്രഹാം. ജഡപ്രകാരമല്ല, വിശ്വാസപരമായിട്ട് അബ്രഹാമിനെ പിതാവെന്ന് വിളിക്കാൻ കഴിയണം. ഇത് യഹൂദനെ സംബന്ധിച്ച് വളരെ ഞെട്ടലുളവാക്കുന്ന സത്യമാണ്. കാരണം ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ പരിച്ഛേദന ഏൽക്കാത്തവരെ ദൈവം വിശ്വാസിയായി അംഗീകരിച്ചു. പരിച്ഛേദന ഏറ്റത യഹൂദന്മാരെ അവിശ്വാസികളായി തള്ളിക്കളഞ്ഞു. കാരണം അവർ അബ്രഹാമിൻ്റെ ചുവട് പിന്തുടർന്നില്ല. അപ്പോൾ നാം ദൈവത്തിൽ അംഗീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നാമും പിൻപറ്റേണ്ടത് അബ്രഹാം ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ചുവടുകൾ അനുഗമിക്കുന്നവരായ, ആ വാക്കാണ് ഉപയോഗിച്ചത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർ. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ പിൻപറ്റണം, അനുഗമിക്കണം. അപ്പോൾ നമുക്ക് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കാം. വിശ്വാസത്തിൻ്റെ മാതൃകയാണ്. അപ്പോൾ അത് നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിൽ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതുപോലെ ഇത് യോവാൻലേഖനം 4 അവസാനം പറയും. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്? മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച കർത്താവ് യേശു ക്രിസ്തുവിൽ, പിതാവായ ദൈവം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മുടെ രക്ഷകനായ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടാൻ തന്നെയാണ്. നമ്മുടെ കണക്കിലേക്കും ആ നീതി കൂട്ടിച്ചേർക്കാനാണ്. പക്ഷെ നാം വിശ്വസിക്കണം. ഇവിടെ എല്ലാം കാണുന്ന വിശ്വാസം എന്ന വിഷയമാണ്. അഗ്രചർമ്മത്തിൽ വെച്ച്, അതായത് പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പ് തന്നെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഞെട്ടലുള്ളവാക്കുന്ന സത്യമാണ്. അബ്രഹാം പുറജാതിക്കാരനായിരിക്കുമ്പോൾ തന്നെ യഹൂദന്മാരെ സംബന്ധിച്ച് പരിച്ഛേദന ഏറ്റാൽ മാത്രമേ യഹൂദനാവുകയുള്ളൂ. അപ്പോൾ അബ്രഹാം യഹൂദനായിട്ടില്ല. അബ്രഹാം നീതീകരിക്കപ്പെട്ട ശേഷം 14 വർഷ ശേഷമാണ് ദൈവം അബ്രഹാമിനെ പരിച്ഛേദന നിയമം കൊടുത്തത്, ഉടമ്പടിയുടെ അടയാളം. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ അബ്രഹാം എല്ലാവരുടെയും പിതാവാകണം, സകല മനുഷ്യരുടെയും വിശ്വാസത്തിൻ്റെ പിതാവാകണം. അതുകൊണ്ട് യഹൂദന്മാരുടെ കൂട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ദൈവം അബ്രഹാമിനെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതിമാനായി പ്രഖ്യാപിച്ചു. അങ്ങനെ പരിച്ഛേദനക്കാർക്ക് പിതാവായിട്ട് കൊടുക്കുകയും ചെയ്തു. അബ്രഹാമിൻ്റെ തലമുറയിലൂടെയാണ് യഹൂദ വംശം രൂപീകരിക്കപ്പെട്ടത്. തുടരും അടുത്ത ദിവസം നമുക്ക് നാളെ മറ്റൊരു കാരണം കൂടി, എന്തുകൊണ്ടാണ് അബ്രഹാം പിതാവെന്ന് വിളിക്കപ്പെടുന്നത്? മറ്റൊന്നുമല്ല, ന്യായപ്രമാണം. മോശയിലൂടെ നൽകപ്പെട്ട ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ് തന്നെയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. പരിച്ഛേദനയ്ക്ക് മുമ്പ് മാത്രമല്ല, ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, അതുമാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അത് ഇളകരുത്. ദൈവവചനത്തെ പ്രകാരമാണ് അത് ലഭിക്കുന്നത്. അനുമാനങ്ങളും ഊഹങ്ങളും ചിന്താഗതികളും മാനുഷിക അഭിപ്രായങ്ങളുമല്ല. ദൈവവചനം, ദൈവത്തിൻ്റെ സത്യം. അബ്രഹാം ദൈവത്തെ പിൻപറ്റി. ഇത്ര സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്ന് ദൈവം വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോയി. വിശ്വാസത്തിൽ ജീവിച്ചു. മകനെ യാഗം കഴിക്കാൻ വരെ തയ്യാറായി. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ശരീരം ക്ഷീണിച്ചു, വിശ്വാസം ക്ഷീണിച്ചില്ല. ചുറ്റുമുള്ള സാഹചര്യങ്ങൾ തനിക്ക് പ്രതികൂലമായി, വിശ്വാസം ക്ഷീണിച്ചില്ല. കാരണം ദൈവത്തിൽ ആശ്രയിച്ച മനുഷ്യർ ഒരിക്കലും വിശ്വാസം ക്ഷീണിക്കില്ല. അവർ വചനത്തോട് ചേർന്ന് നിൽക്കും. അബ്രഹാമിൻ്റെ കയ്യിൽ ബൈബിളില്ല. ചിന്തിച്ചു നോക്കുക, അബ്രഹാമിൻ്റെ കയ്യിൽ ബൈബിളില്ല. ബൈബിൾ ക്ലാസ്സുകളോ പ്രസംഗങ്ങളോ ഒന്നുമില്ല. പക്ഷെ അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നു.
ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുമ്പോൾ യാഗപീഠങ്ങൾ പണിത് ആരാധിച്ച് മുന്നേറുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ച മനുഷ്യൻ. ഇത് പറഞ്ഞാൽ അവനാണ് വിശ്വാസികളുടെയൊക്കെ മാതൃക. അദ്ദേഹത്തിൻ്റെ ചുവടുകളാണ് നമ്മൾ നോക്കി പഠിക്കേണ്ടത്. അബ്രഹാമിനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അബ്രഹാമിൻ്റെ മക്കളാകാൻ പറ്റും. അതുകൊണ്ടാണ് മരിച്ചതിന് ശേഷം അബ്രഹാമിൻ്റെ മടിയിലേക്ക് ആ ദരിദ്രൻ പോയത്. അതൊരു സ്ഥലമാണ്, ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ശരിക്കുള്ള അബ്രഹാമിൻ്റെ മടിയെന്ന അർത്ഥമല്ല. അബ്രഹാമിനെ എത്രമാത്രം ഉയർത്തിയിരിക്കുന്നു. ആ വിശ്വാസം ദൈവം അവനെ നീതീകരിക്കാൻ, അല്ലാതെ പരിച്ഛേദന ഏറ്റതുകൊണ്ടല്ല ദൈവം അബ്രഹാമിനെ നീതീകരിച്ചത്. പരിച്ഛേദന രക്ഷയ്ക്ക് വേണ്ടിയോ പാപമോചനത്തിന് വേണ്ടിയല്ല. ദൈവം അബ്രഹാം ചെയ്ത ഉടമ്പടി ഒരു വലിയ തലമുറയുടെ തലയായി പിതാവായിട്ട് അബ്രഹാമിനെ വെച്ചപ്പോൾ ഒരു ഉടമ്പടിയിൽ അബ്രഹാം ദൈവമായി പ്രവേശിച്ചു. ഇന്ന് കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ ഒരു ഉടമ്പടിയിലാണ് നാം. അതിൻ്റെ അനുഗ്രഹമായി പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്ക് ലഭിച്ചു, അച്ചാരമായി. മറക്കരുത്, വിശ്വാസയാത്ര കാഴ്ചയാലല്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത ദിവസം.